യെസ്, അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണല്ലേ. ഇന്ന് എനിക്ക് ഓഫാണ്. ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അത് കൂടാൻ വേണ്ടി വന്നതാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നൊരു പ്ലാനിലാണ്. അപ്പോൾ ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. ഇനി 11 മണിക്കാണ് ചടങ്ങ്. ഇപ്പോൾ സമയം 8:30 അപ്പോൾ ഇന്ന് ഞാൻ സാരി ഉടുക്കാമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അമ്മ എനിക്ക് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു സാരിയും ബ്ലൗസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ സാരി ഉടുക്കാൻ എനിക്കറിയില്ല ഫ്രണ്ട്സ്. ഞാൻ വളരെ റെയറായിട്ടാണ് സാരി ഉടുക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം സാരി ഉടുക്കണമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കിയേക്കാണ്. ഇനി എന്താവും എന്നറിയില്ല, നമുക്ക് നോക്കാം. സെറ്റാവും അതോ ചുരിദാറിൽ തന്നെ പോകേണ്ടി വരുമെന്ന് അറിയില്ല. ഞാൻ എക്സൈറ്റഡ് ആണ് സാരി ഉടുക്കുന്നതിൽ. എന്തായാലും നമുക്ക് കാണാം. നമുക്ക് ബ്രഷ് ചെയ്യാം. ഇപ്പല്ലൊക്കെ വെളുപ്പിക്കണ്ടേ? ബ്രഷ് ചെയ്തിട്ട് ചായ കുടിക്കാം. തല നനയ്ക്കണം. ഇന്നലെ വൈകുന്നേരം തല വാഷ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല, ലേറ്റ് ആയതുകൊണ്ട്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ ഇങ്ങനെ വെറ്റായിട്ട് ഇഷ്ടമില്ല. ഇപ്പം കഴുകി ഇനി പോകണമെന്ന് എനിക്കത് 9 മണി ആകാറായി. ഞാൻ നമുക്ക് നോക്കാം എനിക്ക് ഹെയർ എങ്ങനെ ഉണക്കിയേ പറ്റും. ഹെയർ ഉണങ്ങിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞ ഹെയറിലാണ് കേട്ടോ നമ്മൾ കോൺഫിഡൻസ് വിളിക്കുന്നത്. ഹെയറിൽ ഒന്ന് സെറ്റായിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ മോസ്റ്റ് ഓഫ് ഗേൾസ്. ഓക്കെ, അപ്പം ഞാൻ പല്ലേക്കണേ. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ കുളിച്ചു. മുടി ഉണങ്ങാൻ വേണ്ടി ഞാൻ കുറേ തോർത്തിട്ടുണ്ടാകും. നല്ലതാണ്. എത്ര വാഷ് ചെയ്താലും എനിക്ക് ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ മുടി എല്ലാ ഫങ്ഷനും ഇത് തന്നെ എനിക്ക് അവസ്ഥ. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. എനിക്ക് ചായ നേരത്തെ ഇട്ട് വെച്ച് അതിൻ്റെ പാടയൊക്കെ കെട്ടി ഫ്രണ്ട്സ്. കുഴപ്പമില്ല, കെട്ടിയത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചൂട് പോയി, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇടിയപ്പവും മുട്ടക്കറിയാണ്. മുട്ടക്കറി ഉണ്ടാക്കാമെന്നൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം നിന്നിട്ട് ആൾ തന്നെ ഉണ്ടാക്കി. ഇപ്പം അതിൻ്റെ ഇപ്പം പറയാം. ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ എന്നെ വിളിച്ചെന്ന് ഞാൻ ഉണ്ടാക്കിയാണ് ഫ്രണ്ട്സ്, പക്ഷേ എന്നെ വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മുട്ടക്കറിയാണ്. എന്നിട്ട് ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എല്ലാ തവണയും വരുമ്പോഴത്തേക്കും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം എന്നൊക്കെ പറയും. എപ്പോഴും നമ്മൾ വരുമ്പോൾ ഇടിയപ്പമായിരിക്കും മോസ്റ്റ്ലി. ഇടിയപ്പം ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം മോസ്റ്റ്ലി ഇടിയപ്പമായിരിക്കും. അപ്പോൾ ഇന്നെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. പിന്നെ അച്ഛനെ രാവിലെ ഡ്യൂട്ടിക്ക് അച്ഛൻ പോകുന്നുണ്ട്, എന്നിട്ട് ഉച്ചയാകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പോകണമെങ്കിൽ രാവിലെ എന്തായാലും അമ്മ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കും. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ അച്ഛൻ പോയില്ല, നോർത്ത് പോയിന്റ്. ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചില്ല ഉണ്ടാക്കാൻ. പിന്നെ എനിക്ക് മടിയായി. അങ്ങനെ ഇപ്പം എന്തായാലും ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി തിന്നാൽ മതി. അപ്പോൾ നമുക്ക് കഴിക്കാം. എന്താണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറമാൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിയിട്ടാ. നമുക്ക് നോക്കാം അമ്മ എന്താ ഉണ്ടാക്കിയത് എന്താ നോക്കാം. ഓ ശരി, ഇത് തുറക്കാൻ പറ്റത്തില്ല. യെസ്, മത്സമ്മയുടെ മുട്ടക്കറി സൈക്കോ ഹസ്ബൻഡിനെ കാണിച്ചു തരും. ഇതാണ് എൻ്റെ കെട്ടിയത്. അയ്യോ, ആളിവിടെ ഇരുന്ന് രാവിലെ നമ്മുടെ തന്നെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. എത്ര കാപ്പി കുടിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ സമയം ഇപ്പം തന്നെ ലേറ്റായി, 10:15. ഇനി കുളിക്കണം. മുന്നേ 11 മണിക്കൂർ ഇറങ്ങണം. 3/4 മണിക്കൂറിൽ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി സെറ്റാവണം. അപ്പോൾ ഒരുങ്ങാൻ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലേറ്റായി. ഇത്രയും കൊടുത്തു അമ്മ കുട്ടിയതൊന്നും. ഇനിയിപ്പോൾ ബാക്കി ഒരുങ്ങണം, ഹെയർ സെറ്റ് ചെയ്യണം. ഇപ്പം തന്നെ ലേറ്റായി. ജസ്റ്റ് ബാക്കി ലാസ്റ്റ് ഞാൻ കാണിക്കട്ടെ. എൻ്റെ ക്ലാസ്സാണ് അമ്മ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അടിപൊളിയായിട്ടില്ല.
യെസ്, അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഫുള്ള് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഞാനും അമ്മയും കൂടെ, അമ്മയാണ് കൊടുത്തത്, എനിക്ക് കുറച്ചൊക്കെ അറിയുള്ളൂ, ഞാൻ പറ്റുന്ന പോലെയൊക്കെ സഹായിച്ചു കൊടുത്തത്. അവസാനം ഞാൻ ഓർത്ത് ഒരുക്കളേണ്ടി വരുമെന്ന്, പക്ഷെ ഇല്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് ബാക്കി. ഓക്കെ, ജസ്റ്റ് ഞാൻ മിററിൽ നോക്കുമായിരുന്നു, ഇതിലത്രയും കാണാം. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ചൂട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ പരിപാടീസൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പോവാണ്. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാറായിരിക്കുകയാണ്. ഇവിടെ ആയിരുന്നു പ്രോഗ്രാം. ഇതാണ് എൻ്റെ പള്ളി, സെയിൻറ്റ് ജോർജ് ചർച്ച് മുഹമ്മയാണ്. ഇത് വേമ്പനാട് കായലാണ് അവിടെ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇപ്പം നല്ല വെയിലാണ്, ഈവനിങ് കഴിഞ്ഞ് അടിപൊളിയാണ് ഇവിടെ. പള്ളി ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിനായിട്ട് വന്നതാണ്. അപ്പോൾ അവരൊക്കെ കണ്ടു, വിഷ് ചെയ്തു, ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെയൊക്കെ വിഷ് ചെയ്തു. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി എല്ലാവരും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ആൻഡ് ബൈ.